ഇൻഫിനിറ്റി സ്റ്റോറീസ് പക്ഷിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാസത്തെ നക്ഷത്രഫലം നിങ്ങൾക്കായിട്ട് ഒന്ന് പങ്കുവെക്കുന്നു. ഈ ആഴ്ചത്തെ പക്ഷിശാസ്ത്രം വളരെ കൃത്യമായതാണ്. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. പക്ഷി തിരഞ്ഞെടുത്ത ഏതാനും കുറച്ച് നക്ഷത്രജാതകർ അവരുടെ ജീവിതത്തിൽ ഇനി വരുന്ന മാസത്തിലെ ഫലം എന്തൊക്കെയാണ് എന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർക്ക് മാർച്ച് മാസത്തിലെ നക്ഷത്രഫലം. ധനപരമായിട്ട് ഒരുവിധ ക്ലേശങ്ങളും ഉണ്ടാകാത്ത ദിവസങ്ങളായിരിക്കും വരുന്നത്. ധനത്തെ സംബന്ധിച്ച് വിഷമിക്കേണ്ടതില്ല. ഒരുപാട് ധനാഗമ മാർഗങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില അനുകൂല തീരുമാനങ്ങളും ഇവർക്ക് ഉണ്ടാകും. ഗവൺമെൻറ് ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുവിധ കാര്യതടസ്സങ്ങളും ഉണ്ടാകില്ല. വ്രണങ്ങൾ, ഒടിവ്, ചതവ് എന്നിവ സുഖപ്പെടാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ കൂടുതലാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല ദിവസങ്ങളാണ് വരുന്നത്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു തുടങ്ങും. ദാമ്പത്യ ക്ലേശങ്ങൾ കൂടുതലാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. വിവാഹബന്ധിയായ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ അകലും. ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം കുറയും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ തമ്മിലുള്ള കലഹം മാറിത്തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. ഇനി എന്ത് എന്ന ആശങ്ക എപ്പോഴും ഉണ്ടാകും. ഒരു കാര്യവും ഇല്ലാതെ വെറുതെ നടക്കുന്ന ശീലം മാറ്റണം. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും. ഉദരവ്യാധി, വായുകോപം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. വിദേശത്ത് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ നല്ല സമയമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും. ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരങ്ങളുണ്ട്. ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. രക്ഷകർത്താക്കൾക്ക് മക്കളെ വിട്ട് ദൂരസ്ഥലത്തേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ വരും. പലവിധ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സന്താനങ്ങളുടെ ഇടപെടൽ മൂലം കുറച്ച് ആശ്വാസം ലഭിക്കും. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ലഭ്യമാകും. കലഹഭയം എപ്പോഴും മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. കാര്യസാധ്യം ഉണ്ടാകും.
ഈശ്വരഭജനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. ധനലാഭങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾ ഫലം കാണും. പലവിധ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ശത്രുക്കളിൽ നിന്ന് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കും. ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ആശങ്ക വേണ്ട. രോഗാരിഷ്ഠിതകൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ആയുർഭീതി ഉണ്ടാകും. ത്വക്ക് രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ചില പ്രതീക്ഷകളും ഇവർക്ക് വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല. അത് കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനാകും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി സർവ ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും നീങ്ങി തുടർ വിദ്യാഭ്യാസത്തിന് അനുകൂല സാധ്യതകൾ കാണുന്നുണ്ട്. വാതബന്ധിയായ രോഗങ്ങൾ, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം കുറയ്ക്കുന്നത് മൂലം പല പ്രശ്നങ്ങളും വിട്ടൊഴിയും. വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും. ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം. കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ വിട്ടൊഴിയും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. സഹായികളുമായി ബന്ധപ്പെട്ട് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനാഗമങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയും. കലഹ സ്വഭാവം ഈ സമയത്ത് കുറവായിരിക്കും. കാര്യസാധ്യങ്ങളും രോഗശാന്തിയും പ്രതീക്ഷിക്കാം. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും. വലിയ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും. ആദിവ്യാധികൾ കുറഞ്ഞു തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്കുള്ള സാധ്യതകൾ മാറും. പല യാത്രകളും വേണ്ടിവരും. കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾക്ക് വിജയം കാണും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. വാക്കുദോഷം മൂലം ശത്രുക്കൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദരരോഗം, കാൽപാദങ്ങളിൽ ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ പരാജയം വരാതെ ശ്രദ്ധിക്കണം. മനോവിചാരം കുറഞ്ഞു തുടങ്ങും. പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ബുദ്ധിസാമർഥ്യം പല കാര്യങ്ങളിലും തുണ നൽകും. അതോടൊപ്പം നല്ല ഉറക്കം ലഭിക്കും. മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കുറഞ്ഞു തുടങ്ങും.
സന്താന ഉൽപാദന ചികിത്സകളിൽ തടസ്സങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഭൂമി കച്ചവടം ലാഭകരമായിട്ടും ഇവർക്ക് ലഭിക്കും. തർക്കവിഷയങ്ങളിൽ യുക്തി കൊണ്ട് വിജയം വരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.